നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. സംസ്ഥാന കായിക വകുപ്പ് സംഘടിപ്പിച്ച കിക്ക് ട്രെക്സ് സോ എസ് ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ധ്യാത്ര കാട്ടാക്കടയിൽ നിന്നും പുനരാരംഭിച്ചു. കുട്ടികളുടെയും യുവജനങ്ങളുടെയും മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും കളിക്കളത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ജാഥയുടെ ലക്ഷ്യം. കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര വലിയ ജനപങ്കാളിത്തോടെ 5 ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കിയിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ ഗംഭീര പ്രതികരണമാണ് സന്ദേശയാത്രയ്ക്ക് ലഭിച്ചത്. ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, SPC, NSS, സ്കൂട്ട് ആൻഡ് ഗൈഡ്സ്, NCC, മറ്റ് യുവജനങ്ങൾ, കായിക സംഘടനകൾ, കായിക ക്ലബ്ബുകൾ, കായിക അക്കാദമികൾ, ട്രോമോ കെയർ, സർവീസ് സംഘടനകൾ, വ്യാപാരി സമൂഹം, ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷൻ, വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, മാധ്യമ പ്രതിനിധികൾ തുടങ്ങിയ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഉള്ളവർ യാത്രയിലും ബന്ധപ്പെട്ട പരിപാടികളിലും അണിനിരന്നു. യാത്രാ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കാണികളെ ആകർഷിച്ചു. കളി ഉപകരണങ്ങളുടെ വിതരണവും ഓരോ വേദിയിലും വലിയ ആവേശമുയർത്തി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് പുനരാരംഭിച്ച യാത്ര പ്ലാവൂർ സ്കൂളിൽ കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് K. അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ സംസാരിച്ചു. ലോക ബോക്സിംഗ് താരം ലേഖ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മിഷ ക്ലബിന്റെ ഭാരവാഹി ബിനു സ്വാഗതം ആശംസിച്ചു. ഇവിടെ തുടങ്ങിയ യാത്ര 24-ന് മലപ്പുറത്താണ് സമാപിക്കുക. 5000-ലധികം പേർ പങ്കെടുക്കുന്ന കൂട്ടത്തോടെയാണ് സമാപനം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ ചർച്ചയായ യാത്രയ്ക്ക് അടുത്ത 9 ജില്ലകളിലും മികച്ച പ്രതികരണം ഉറപ്പാണ്. എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് നന്മയിലേക്കുള്ള പോരാട്ടത്തിനായി, മയക്കുമരുന്ന് മുക്തമായ കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. മയക്കുമരുന്ന് എന്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ വാക്കു നൽകുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിത ശൈലിയാണെന്ന് ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരി വസ്തുക്കളിൽ നിന്നും അകറ്റി നിർത്താനും അവരെ കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനും ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള സമൂഹം എന്നിവ ഉറപ്പാക്കാനും ഞാൻ ഉണർന്നു പ്രവർത്തിക്കും. ലഹരി വിരുദ്ധ കേരളം സൃഷ്ടിക്കുക എന്നത് എന്റെ ജീവിത ദൗത്യമാണ്. നാടിനോടും ജനങ്ങളോടുമുള്ള ഈ കടമ ആത്മാർത്ഥമായി ഞാൻ നിറവേറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. മെയ് 5-ന് കാസർഗോഡ് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായാണ് നിങ്ങളൊക്കെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വിഷയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ബിനുവാണ് ബഹുമാനപ്പെട്ട MLA-യുടെ നിർദ്ദേശാനുസരണം ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചു. കേരളത്തിലെ കാസർഗോഡ് മുതൽ കോഴിക്കോട് ജില്ല വരെ സന്ദർശനം പൂർത്തിയാക്കിയിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ സന്ദർശനം മലപ്പുറം ജില്ലയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ആരംഭിച്ചു. കേരളത്തിലെ യുവസമൂഹത്തെ പിടികൂടിയിട്ടുള്ള രാസലഹരിക്കായിട്ടുള്ള അതിനെതിരായിട്ടുള്ള വലിയ ഒരു ലഹരി വിരുദ്ധ പ്രചരണമാണ് സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ്
കായിക വകുപ്പ് ഇത്തരത്തിൽ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ സന്ദർശിച്ച് കായിക താരങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും കായിക പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം.